നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 27-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. 9 നക്ഷത്രക്കാർക്ക് പൊതുവേ നാളത്തെ ദിവസം വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ലഭിക്കുവാൻ പോകുന്നത്. എങ്കിലും ഈ 9 നക്ഷത്രക്കാർ നാളത്തെ ദിവസം പരമപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുതിയ ബിസിനസ്സൊക്കെ സൈൻ ചെയ്യാൻ പോകുന്നവർ, പുതിയ കരാറുകളൊക്കെ ഒപ്പുവയ്ക്കാൻ പോകുന്നവരൊക്കെ നാളത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. കൂടാതെ ചെയ്യേണ്ടതായ പരിഹാരങ്ങൾ കൂടിയുണ്ട്. ആ 9 നക്ഷത്രക്കാരിലേക്ക് കടക്കാം. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം പൊതുവെ വളരെയധികം ശുഭകരമായ, വളരെയധികം ഗുണകരമായ ഒരു ദിനം തന്നെയായിരിക്കും. ഏറെക്കാലമായി രോഗങ്ങളാൽ വലയുന്ന നിങ്ങൾക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും നാളെ. സഹോദരരുമായിട്ടോ അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുമായിട്ടോ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ സ്വത്തുവകകളുമായിട്ടുള്ള തർക്കമാകാം, അങ്ങനെ നിലവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമങ്ങൾ, അതായത് സഹോദരരുമായി വഴക്കുണ്ടാകുമ്പോൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ, അതായത് പ്രയാസങ്ങൾ രണ്ടു കൂട്ടരും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ കാരണം ആരും ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ലായിരിക്കും. എങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇനി സഹോദര ഗുണമൊക്കെ അനുഭവിക്കേണ്ടതായ ഭാഗ്യാനുഭവങ്ങൾ, സന്തോഷമായ ഒരു കുടുംബജീവിതം, സന്തോഷത്തോടു കൂടിയുള്ള ദിനങ്ങളൊക്കെ അനുഭവത്തിൽ വരേണ്ട സമയമായതിനാൽ നിലവിൽ സഹോദരരുമായിട്ടോ സഹോദര സ്ഥാനീയരുമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് നാളെ. കൂടാതെ പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടി നിങ്ങൾ കൃത്യത വരുത്തേണ്ടതാണ്. ചില ആളുകളുണ്ട് കൃത്യമായി മരുന്ന് കഴിക്കാറില്ല, സ്വയം ചികിത്സയ്ക്ക് മുതിരാറുണ്ട്, ഭക്ഷണം കൃത്യമായി കഴിക്കാറില്ല. അപ്പോൾ നാളത്തെ ദിവസം പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാർ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. നിലവിൽ നിങ്ങൾക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനത്തിന് മരുന്നിൽ മാത്രം ആശ്രയിച്ചാൽ പോരാ, ചില വ്യായാമ കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്മൾ മലയാളികളാണ്, ചോറ് ഒരുപാട് കഴിക്കുന്ന ആളുകളാണ്. വ്യായാമം ചെയ്യാതെ ഇരുന്നാൽ അത് പലവിധ ബുദ്ധിമുട്ടുകളിലേക്ക്, ശാരീരിക ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി നിങ്ങൾ വ്യായാമം ചെയ്യുന്ന ശീലം കൂടി ഒന്ന് തുടരേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്ര ദർശനമാണ്. അതായത് നാളത്തെ ദിവസം രാവിലെ ആകട്ടെ അല്ലെങ്കിൽ വൈകിട്ടാകട്ടെ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാൻ ഗണപതിയെ, വിനായകനെ, വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്താൻ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. നാളെ പൊതുവെ വളരെയധികം അനുകൂലമായ ദിവസമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ, അതായത് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾക്ക് വന്നു ചേരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കൂടി അനുഭവിക്കേണ്ടതായി വന്നു ചേരും. അതായത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്കൊരു ശാരീരിക ബുദ്ധിമുട്ട് വന്നാൽ അത് നമ്മളെയും കൂടി ബാധിക്കുന്നുണ്ട്. അവരെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിന് ഇപ്പോൾ വെല്ലുവിളിയായി നിൽക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വിനായകനെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ വിനായകനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വിനകളും മാറി ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്നതാണ്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാരായ ആളുകൾ, വീട്ടമ്മമാരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്. നാളത്തെ ദിവസം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ അശ്രദ്ധ നിമിത്തം ചില വീട്ടുപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില കറണ്ട് ഉള്ള മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഉടയുന്ന പാത്രങ്ങളാകട്ടെ, കയ്യിൽ നിന്നും ചിലപ്പോൾ ചില്ലുപാത്രങ്ങൾ നിലത്ത് വീഴാൻ, അങ്ങനെ അതൊക്കെ നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ നാളത്തെ ദിവസം ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ ഒരു ദിവസമല്ല നാളെ. പുതിയതായിട്ട് എന്തെങ്കിലും നിക്ഷേപങ്ങൾ തുടങ്ങാമെന്നോ അല്ലെങ്കിൽ ഒരു ചിട്ടിയിൽ ചേരാമെന്നോ അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് നാളത്തെ ദിവസം കഴിഞ്ഞ് പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതാണ്. നിലവിലെ നിക്ഷേപങ്ങളിൽ നിന്ന് നാളത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റ് പോലെ, ഒരു പലിശ പോലെ എന്തൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. എങ്കിലും പുതിയതായിട്ടൊരു കാര്യങ്ങൾക്കും നാളത്തെ ദിവസം ഇറങ്ങി പുറപ്പെടാതിരിക്കുക. അതേപോലെ എന്തെങ്കിലും ഒപ്പുവെക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും നാളത്തെ ദിവസം അത്ര ശുഭകരമായ ഒരു ദിവസം അല്ലെങ്കിൽ ഫലമായി കാണുന്നില്ല. അതേപോലെ തന്നെ ഇഷ്ടദേവത ക്ഷേത്ര ദർശനം നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക, അടുത്തുള്ള സ്ഥലദേവത. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ദേവനെയാണോ ദേവിയെയാണോ ആരാധിക്കുന്നത് ആ ദേവനും ദേവിയും വസിക്കുന്ന ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നിങ്ങൾ നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. നല്ല ഫലങ്ങളൊക്കെ ആണെങ്കിൽ പോലും അല്പം ബുദ്ധിമുട്ടുകൾ
നിങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നാളത്തെ ദിവസം ചിലപ്പോൾ തൊടുന്നതൊക്കെയും അല്പം വിനകളൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു മുൻകരുതൽ എന്നോണം, അല്ലെങ്കിൽ നമ്മളൊരു ഭഗവാനെ പ്രീതിപ്പെടുത്തി ഗുണാനുഭവങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റിവിറ്റികളിൽ നിന്നൊരു മോചനം നേടുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇഷ്ടദേവതാ പ്രീതി നേടിയെടുക്കേണ്ട ദിവസം കൂടിയാണ് നാളെ നിങ്ങൾക്ക്. അപ്പോൾ സ്ഥലദേവത അല്ലെങ്കിൽ സ്ഥലത്ത് നിങ്ങളുടെ ഗൃഹത്തിനടുത്തായിട്ടുള്ള ദേവീക്ഷേത്രമാകാം, അല്ലെങ്കിൽ ദേവൻ വസിക്കുന്ന ക്ഷേത്രമാകാം, ഏതാകട്ടെ നിങ്ങൾ അവിടെ നാളത്തെ ദിവസം തീർച്ചയായും ദർശനം നടത്തേണ്ടതാണ്. നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിനും അത് വളരെയധികം ഭാഗ്യത്തെ കൊണ്ടുവരുന്നതായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു രീതി എല്ലാ സമയങ്ങളിലും അത്ര നല്ലതായിരിക്കില്ല. പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ഒരു രീതി നിങ്ങൾ ഈ ഇടയായി തുടരുന്നുണ്ട്. ചിലപ്പോൾ മരുന്ന് പോലും കഴിക്കാതെ എന്തെങ്കിലും ആകട്ടെ എന്നൊരു രീതി നിങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയല്ലേ? ഒരുപാട് മരുന്ന് കഴിച്ച് ഇനി എന്നെക്കൊണ്ട് വയ്യ എന്ന ഒരു രീതി, എന്തെങ്കിലും ആകട്ടെ, പോയാൽ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രീതിയാണ് തുടർന്നു പോകുന്നത്. നിങ്ങളുടെ ആരോഗ്യം എപ്പോഴും വീഡിയോകളിൽ പറയാറുണ്ട് ഞാൻ, ആരോഗ്യമാണ് നമ്മൾ ഓരോ മനുഷ്യൻ്റെയും സർവ്വധനാൽ പ്രധാനം. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും ആവശ്യവും ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായി മരുന്ന് കഴിക്കുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക. കാരണം ഈ ഒരു സമയമായി, ഈ ഒരു ഇടക്കാലം കൊണ്ട് ശാരീരികമായി വളരെയധികം അങ്ങ് ഡള്ളായ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം അനിവാര്യമാണ്. നാളത്തെ ദിവസം ആരുമായിട്ടും പ്രശ്നങ്ങളിലേക്കൊന്നും ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. പൊതുവെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതാണ് ഒരുപാട് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്. ആരോഗ്യപരമായിട്ടായാലും മെൻ്റലി ആയാലും ഫിസിക്കലിയും നിങ്ങൾക്ക് സ്ട്രെങ്ത് നഷ്ടപ്പെടുന്നതിന്, അല്ലെങ്കിൽ ഒരു പവർ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നത് പോസിറ്റീവ് അല്ലാത്തതായിട്ടുള്ള തോട്ടുകളാണ്, അതായത് ചിന്തകളാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാൻ നല്ല ബുക്കുകളൊക്കെ വായിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ പാത നിങ്ങൾക്ക് പിന്തുടരാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഉത്തമമായിരിക്കും. അതായത് പയറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ചോറായാലും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുക്കാവുന്ന പക്ഷികൾക്കൊക്കെ ഊട്ടുമ്പോൾ അവയെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് എത്തുകയും നിങ്ങളുടെ നിലവിലുള്ള എല്ലാവിധ ശാരീരിക വൈഷമ്യങ്ങളും മാറുന്നതിന് അതുവഴി സാധിക്കുന്നതാണ്. കൂടാതെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലാണ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് എത്തുന്നത്. പല ചിന്തകൾ, മനുഷ്യരാണ്, ചിന്തകൾ വന്നു പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവസ്തുതികൾ പഠിക്കുക, മനഃപ്പാഠമാക്കി അത് ഹൃദ്യസ്ഥമാക്കുക. അപ്പോൾ വെറുതെ ഇരിക്കുന്ന വേളകളിൽ അത് ഇങ്ങനെ മന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ ഒരു നക്ഷത്രക്കാരെന്നല്ല, ഏതാളുകൾക്കും ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് അതായത് പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ദൈവികമായിട്ടുള്ള ചിന്തയിലേക്ക്, ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചില മന്ത്രങ്ങൾ, ഒന്നും നിങ്ങൾക്ക് വലിയ കാഠിന്യമുള്ളത് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും കാര്യം, ഓം നമഃ ശിവായ, അതാർക്കാണ് പറ്റാത്തത്? എല്ലാവർക്കും പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾ ഒരു മന്ത്രം എപ്പോഴും ബൈ ഹാർട്ടാക്കി വെച്ച് അതിങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി മാറ്റം വരും. നിങ്ങൾ ഉറപ്പിച്ച് നോക്കൂ. നിങ്ങൾ ഒരു മാസം ഇത് ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് കമൻറ്റ് രേഖപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടാകും, ഒരു പച്ചപ്പുണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും. അത് നാളെ മുതൽ നിങ്ങൾ തുടങ്ങുകയും വേണം. വളരെയധികം ഭാഗ്യവും ഒരു ദൈവീകതയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്.